നിങ്ങൾ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി ആകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ എന്താണ് ക്രിസ്ത്യാനി? യേശുവിന്റെ കാലത്ത് യേശു ജനിച്ചു, അവൻ വളർന്നു. 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവനിൽ ഇറങ്ങി. യേശു ശക്തി പ്രാപിച്ചിട്ട് ആ മരുഭൂമിയിലേക്ക് പോയി. 40 ദിവസം കഴിഞ്ഞ് താൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. ഈ മടങ്ങി വന്നിട്ട് താൻ എന്ത് ചെയ്തു? നമ്മെ സ്തോത്രം മടങ്ങി വന്നിട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം സുവിശേഷ ഘോഷണം കർത്താവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒറ്റയ്ക്ക് ഒരാള് സുവിശേഷ പ്രയാണം നടത്തുന്നത് നല്ല കാര്യമാണ്. പക്ഷേ സ്വർഗം പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോരാ, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിക്കത്തക്കവണ്ണം നിലകളിൽ ചിലർ നീ കണ്ടെത്തണം. അങ്ങനെ യേശു പ്രാർത്ഥിച്ച് ഏതാണ്ട് 12 പേരെ കണ്ടെത്തി. ബൈബിളിൽ അതിനെ വ്യക്തമായി കിടപ്പുണ്ട്, വിശദീകരിക്കുന്ന സമയമില്ല. അവരെ പിന്നത്തേക്ക് യേശു എന്ത് ചെയ്തു? തന്റെ ശിഷ്യന്മാരാക്കി മാറ്റി. അവരെ യേശു അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ സ്ത്രീകന്മാർ എന്ന് വിളിക്കുന്ന നിലയിൽ അവർക്ക് നാമകരണവും ചെയ്തു. ഇങ്ങനെ അവര് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ക്രിസ്തു എന്ന് പറയുന്ന ഈ ഗുരു പറയുന്ന അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ഈ മഹത്വത്തിൽ പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന്റെ നിയമങ്ങൾ ഇവർ മറ്റുള്ളങ്ങളിൽ ഉള്ളവരോടും ഷെയർ ചെയ്യാൻ തുടങ്ങി, പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവർ തന്നെ അവരുടെ ജീവിതത്തിൽ അത് അനുവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഈ ക്രിസ്തുവിനെ അനുയായി, ക്രിസ്തുവിന്റെ പിന്നാലെ, ക്രിസ്തുവിന്റെ കൂടെ നടന്ന ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ അവരെ വിളിച്ചു. ആമേൻ, സ്തോത്രം. എന്താ വിളിച്ചറിയാമോ? ഇവരെ വിളിച്ചു ക്രിസ്തുവിന്റെ അനുയായി എന്ന് വിളിച്ചു. കൊന്തയിട്ടവനെയല്ല വിളിച്ചത്, അന്യഭാഷ പറഞ്ഞവനെയല്ല വിളിച്ചത്, കമ്മന്മാരെ ഓരിയവനല്ല വിളിച്ചത്. യേശുവിന്റെ പ്രഭാഷണം കേട്ടിട്ട്, യേശുവിന്റെ വാക്ക് കേട്ടിട്ട്, യേശുവിന്റെ പിന്നാലെ വന്ന യേശു ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു, നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു, കടലിപ്പോകാൻ പറയുമ്പോൾ കടലിപ്പോകുന്നു, പാടാൻ പറയുമ്പോൾ പാടുന്നു, ഉറങ്ങാൻ പറയുമ്പോൾ ഉറങ്ങുന്നു. ഇങ്ങനെ യേശു എന്തെല്ലാം പറയുന്നുവോ അതെല്ലാം വള്ളിപുള്ളി വെച്ചാതെ യേശു എന്ന് പറയുന്ന, ക്രിസ്തു എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ പിന്നാലെ ഇവരിങ്ങനെ പറ്റിപ്പറ്റി നടക്കുമ്പോൾ ഈ പറ്റിപ്പറ്റി നടക്കുന്ന ഇവരെ നാട്ടുകാരിട്ട പേരാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. വല്ലപ്പോഴും പള്ളി വരുന്നവന്റെ കാര്യമല്ല. മാമോദിസ തൊട്ടിയിൽ വെള്ളം കോരി തളിച്ചിട്ട് അങ്ങനെ പുറത്തു വരുന്ന ആളല്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി പെന്തിക്കോസ്തുകാർ പറയുന്ന സ്നാനത്തിൽപ്പെട്ടവരുടെ കാര്യമല്ല. പകരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് സ്വർഗത്തിലെ പിതാവ് കൊടുത്ത വെളിപ്പാടുകൾ അവൻ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി തന്റെ പിന്നാലെ വിട്ടുമാറാതെ തന്നോടൊപ്പം കൂടി ചേർന്ന് നടന്ന ഗ്രൂപ്പിനെ നാട്ടുകാരെല്ലാം കൂടെ ഒരു പേരിട്ട് വിളിച്ചു. അന്ത്യോക്യയിൽ വെച്ച് അവർ നാമകരണം ചെയ്തു. അവരുടെ പേരാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ അനുകരിക്കുന്നത്, ക്രിസ്തുവിന്റെ അനുയായി, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവൻ, ക്രിസ്തുവിന്റെ പിറകെ പോകുന്നവൻ, ക്രിസ്തു പറയുന്നത് കേൾക്കുന്നവൻ, ക്രിസ്തു പറയുന്നത് അനുസരിക്കുന്നവൻ, ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവരോട് പറയുന്നവൻ. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ആരെല്ലാം വാങ്ങുമെന്ന് പറഞ്ഞോ അവരെല്ലാവരെയും ചേർത്ത് പിന്നത്തിൽ വിളിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനി. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആ ക്രിസ്ത്യാനിയായെന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടെത്തുവാനായിട്ട് എങ്ങനെ പറ്റും? കമലന്മാരെ ഓടിയാൽ മതിയോ? ഇന്നലെ കൂട്ടർ പഠിപ്പിക്കുന്നു, നിന്റെ ക്രിസ്ത്യാനി എന്ന് വെളിപ്പെടുത്താൻ നീ കമ്മന്മാരെ ഊരണം. എനിക്കതിനോട് വിരോധമൊന്നുമില്ല. നിങ്ങൾ ഇടുന്ന കാര്യത്തിൽ എനിക്ക് വിരോധമില്ല, ഊരുന്ന കാര്യത്തിൽ എനിക്ക് വിരോധമില്ല. ഊരിയാലും നിങ്ങൾക്ക് കൊള്ളാം, ഇട്ടാലും നിങ്ങൾക്ക് കൊള്ളാം. കാരണം നിങ്ങളാണല്ലോ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഊരുന്ന കാര്യവും ഇടുന്ന കാര്യവും ഞാൻ പഠിപ്പിക്കാറുമില്ല. ഊരുന്നവർ കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ട് ഞാൻ യേശുവിന്റെ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഊരുന്നു. ഈ ഊരിയവർ തന്നെ ആലയത്തിൽ വന്നിരുന്ന് ഉറങ്ങുന്ന കാഴ്ച കാണുന്നു. ഈ ഊരിയവർ തന്നെ കൈവയ്ക്കുമ്പോൾ ഭൂതകളെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഊരിയവരുടെ ശരീരത്തിൽ നിന്ന് രോഗശക്തികൾ വിട്ടുമാറി പുറപ്പെടും. അപ്പൊ ഊരുന്നതിന് വലിയ കാര്യമില്ലെന്ന് അതിന്റെ അർത്ഥം. അതുപോലെ കൊന്തയിട്ട എത്രയെണ്ണത്തിന്റെ ശരീരത്തിൽ നിന്ന് എന്തോരം മൂലത്തെ ഞാൻ പുറത്താക്കി. കൃപയാൽ എന്തോരം പിശാചുക്കളെ പുറത്താക്കാൻ കൊന്തയിട്ട വാർത്തകളുടെ. എന്തിനാ? പള്ളിയിലെ അച്ഛന്റെ
എന്തിനാ പള്ളിയിലെ പാസ്റ്ററിന്റെ ഭാര്യയുടെ മുഖത്തെ ഇങ്ങനെ പല പ്രാവശ്യം പല സമയങ്ങളായി നാളുകളായിട്ട് പലയിടത്ത് വെച്ചും അവൻ ദൈവം അയച്ചവർക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. അവരൊക്കെ ക്രിസ്ത്യാനി ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കമ്മലുമാല ഉരുന്നല്ല കേട്ടോ. ഇവിടെ വന്നിരുന്നു ഉറക്കെ എല്ലാവരും അലീനെ പറഞ്ഞ് ഇങ്ങനെ ഉറക്കെ അലീനെ പറയുന്നവരുമല്ല. നിങ്ങളെക്കാൾ നന്നായിട്ട് ഈ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ചെന്നാൽ ഒരു 10 പേരോട് പറഞ്ഞ ഒരു 10 രൂപ കൊടുത്താൽ നല്ല പിള്ളേരൊക്കെ നല്ല വെടിക്കെട്ടായിട്ട് ഹല്ലേലൂയ പറയും. അപ്പോൾ അങ്ങനെ ഹല്ലേലൂയ പറയുന്നവരുമല്ല ക്രിസ്ത്യാനി. എല്ലാ ഞായറാഴ്ചയും വേദപുസ്തകം എടുത്ത് തലയ്ക്ക് മുകളിൽ വെച്ചിട്ട് വേദപുസ്തകം